Hello everyone. Today we start our paper Algebra, and our first module is start with the definition of ideals, maximal ideals and prime ideals. But before that you have to recollect some algebraic structures like groups, rings and field. So I start this video with the definition of groups. Okay. A non-empty set of elements G is said to form a group if in G there is defined a binary operation denoted by star such that first one, A comma B belongs to G implies A star B belongs to G, and the second one, associativity, that is for all A B C belongs to G we have A star B star C equal to A star B star C, and the third one, existence of identity, that is there exists an element E belongs to G such that for any A belongs to G A star E equal to E star A equal to A, and the last property, existence of inverse. For any A belongs to G, there exists an element A inverse belongs to G such that A star A inverse equal to A inverse star A equal to E. ഓക്കെ, അപ്പോൾ ഒരു ഗ്രൂപ്പ്, ഒരു നോൺ-എംപ്റ്റി സെറ്റിനെ ഒരു ഗ്രൂപ്പാണെന്ന് പറയുകയാണെങ്കിൽ ഫസ്റ്റ് പോയിന്റ്, ആ സെറ്റിന്, ആ നോൺ-എംപ്റ്റി സെറ്റിനകത്ത് ഒരു ബൈനറി ഓപ്പറേഷൻ ഡിഫൈൻഡ് ആയിരിക്കണം. ആ ബൈനറി ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ അഡീഷൻ ആവാം അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ആവാം, വിച്ച് ഹൗ ടു സാറ്റിസ്ഫൈ സം പ്രോപ്പർട്ടീസ്. ആ പ്രോപ്പർട്ടീസാണ് 1 2 3 4 എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിരിക്കുന്നത്. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ആ നോൺ-എംപ്റ്റി സെറ്റിൽ നിന്നും ഏത് രണ്ട് എലമെൻറ്റ് ചൂസ് ചെയ്താലും, ഓക്കെ, ആ നോൺ-എംപ്റ്റി സെറ്റിൽ നിന്നും ഞാൻ ഏത് രണ്ട് എലമെൻറ്റ് ചൂസ് ചെയ്താലും നമ്മൾ ഡിഫൈൻ ചെയ്ത ഓപ്പറേഷൻ ആ രണ്ട് എലമെൻറ്റ്സിൽ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് ജിയിൽ തന്നെ വരണം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഡിഫൈൻ ചെയ്ത ബൈനറി ഓപ്പറേഷൻ എന്ന് പറയുന്നത് അഡിഷൻ ആണെങ്കിൽ എയും ബിയും ജിയിൽ നിന്ന് ചൂസ് ചെയ്യുകയാണെങ്കിൽ എ പ്ലസ് ബി എന്ന് പറയുന്നത് ജിയിൽ വേണം. ഇനി ഞാൻ ഡിഫൈൻ ചെയ്ത ബൈനറി ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ എയും ബിയും ഞാൻ ജിയിൽ നിന്ന് സെലക്ട് ചെയ്താൽ എ ഇൻറ്റു ബി എന്ന് പറയുന്നത്, ആ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ജിയിൽ വേണം. ദാറ്റ് ഈസ് നോൺ ആസ് ദ ക്ലോഷർ ലോ. ഓക്കെ, ആൻഡ് സെക്കൻഡ് വൺ അസോസിയേറ്റിവിറ്റി, അതായത് ആ നോൺ-എംപ്റ്റി സെറ്റ് ജിയിൽ നിന്നും ഞാൻ ഏത് മൂന്ന് എലമെൻറ്റ്സ് എ ബി സി ചൂസ് ചെയ്താലും ആദ്യം ബിയും സിയും ഓപ്പറേറ്റ് ചെയ്ത് അതിനോട് എ ഓപ്പറേറ്റ് ചെയ്താലും എയും ബിയും ഓപ്പറേറ്റ് ചെയ്ത് അതിനോട് സി ഓപ്പറേറ്റ് ചെയ്താലും എനിക്ക് സെയിം റിസൾട്ട് കിട്ടണം. ദാറ്റ് ഈസ് അസോസിയേറ്റിവിറ്റി. ആൻഡ് തേർഡ് വൺ, എക്സിസ്റ്റൻസ് ഓഫ് ഐഡൻറ്റിറ്റി. ഓക്കെ, അതായത് ഒരു ഐഡൻറ്റിറ്റി, ആ നോൺ-എംപ്റ്റി സെറ്റിനകത്ത് ഒരു ഐഡൻറ്റിറ്റി എക്സിസ്റ്റ് ചെയ്യണം. ഐഡൻറ്റിറ്റി എക്സിസ്റ്റ് ചെയ്യാൻ മീൻസ് ആ സെറ്റിനകത്തുള്ള ഏതൊരു എലമെൻറ്റിനോടും ആ ഐഡൻറ്റിറ്റി ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ സെയിം എലമെൻറ്റ് തന്നെ കിട്ടണം. ഓക്കെ, അതായത് ജി പറഞ്ഞാൽ നോൺ-എംപ്റ്റി സെറ്റിനകത്തുള്ള, ഇപ്പോൾ ഞാൻ ജീനകത്തുള്ള ഏതൊരു എലമെൻറ്റും ഒരു ആർബിട്രറി ആയിട്ട് ഒരു എലമെൻറ്റിൽ ചൂസ് ചെയ്യുന്ന എ പറഞ്ഞൊരു എലമെൻറ്റിൽ ചൂസ് ചെയ്യുകയാണെങ്കിൽ ആ എ ആയിട്ട് ഈ ഐഡൻറ്റിറ്റി ഇ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എ തന്നെ കിട്ടണം. ഓക്കെ, ഇനി തിരിച്ചും, അല്ലെങ്കിൽ ഇനോട് എ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എ തന്നെ കിട്ടണം. ആൻഡ് ദിസ് മസ്റ്റ് ബി ട്രൂ ഫോർ ഓൾ എലമെൻറ്റ്സ് ഇൻ ജി. ഓക്കെ, അതിനായിരിക്കും നമ്മൾ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു ഐഡൻറ്റിറ്റി ആ സെറ്റിലെ എല്ലാ എലമെൻറ്റ്സിനോടും നമുക്ക് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ സെയിം എലമെൻറ്റ് തന്നെ കിട്ടണം. ഓക്കെ, ദാറ്റ് ഈസ് ദ എക്സിസ്റ്റൻസ് ഓഫ് ഐഡൻറ്റിറ്റി. അങ്ങനെ ഒരു ഐഡൻറ്റിറ്റി എക്സിസ്റ്റ് ചെയ്യണം. ആൻഡ് ദ ലാസ്റ്റ് വൺ, എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ്. That is for any A belongs to G, there exists an elements A inverse belongs to G such that A star A inverse equal to A inverse star A equal to identity. അതായത് ജി പറഞ്ഞ നോൺ-എംപ്റ്റി സെറ്റിനകത്തുള്ള ഏതൊരു എലമെൻറ്റ് എടുക്കുകയാണെങ്കിലും ആ എലമെൻറ്റിന് ഒരു ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണം, അല്ലേ? അത് നമുക്കറിയാം, ആ എ സ്റ്റാർ എ ഇൻവേഴ്സ് ഒരു എലമെൻറ്റിന് അതിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വി ഹാവ് എ സ്റ്റാർ, എന്താണോ ആ ഓപ്പറേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തത്, എ സ്റ്റാർ എ ഇൻവേഴ്സ് ഈക്വൽ ടു ഐഡൻറ്റിറ്റി ആയിരിക്കും. തിരിച്ച് എ ഇൻവേഴ്സ് സ്റ്റാർ എ ഈക്വൽ ടു ഐഡൻറ്റിറ്റി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ 4 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ നോൺ-എംപ്റ്റി സെറ്റിനെ നമ്മളൊരു ഗ്രൂപ്പാണെന്ന് പറയും. ഓക്കെ, പിന്നെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആർ പ്ലസ്, സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് അണ്ടർ അഡീഷൻ. ആർ പ്ലസ് ഈസ് എ ഗ്രൂപ്പാണ്, അല്ലേ? ആർ പ്ലസ് ഗ്രൂപ്പാണെങ്കിൽ നമുക്ക് ഓരോ പ്രോപ്പർട്ടീസ് നോക്കാം. അതായത് ഏത് രണ്ട് റിയൽ നമ്പേഴ്സ് എടുത്താലും നമ്മുടെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് അഡീഷനാണ്, അല്ലേ? അപ്പോൾ ഏത് രണ്ട് റിയൽ നമ്പേഴ്സിനെ ആഡ് ചെയ്താലും നമുക്ക് എഗെയിൻ ഒരു റിയൽ നമ്പർ തന്നെയാണ് കിട്ടുന്നത്, അല്ലേ? ആൻഡ് സെക്കൻഡ് പ്രോപ്പർട്ടി അസോസിയേറ്റിവിറ്റി നമുക്ക് ട്രൂ ആയിരിക്കും. ആൻഡ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും, അല്ലേ? ആർ പ്ലസിലെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും. കാരണം ഈ ഏതൊരു റിയൽ നമ്പറിനോടും നമ്മൾ 0 ആഡ് ചെയ്താൽ നമുക്ക് അതേ സെയിം റിയൽ നമ്പർ തന്നെ കിട്ടും. സോ 0 ഈസ് ദ ഐഡൻറ്റിറ്റി എലമെൻറ്റ്. ആൻഡ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇപ്പം നമ്മൾ റിയൽ നമ്പറായിട്ട് എന് ചൂസ് ചെയ്യണമെങ്കിൽ അതിന് ഇൻവേഴ്സ് എന്ന് പറയുന്നത് -a ആയിരിക്കും. കാരണം എ പ്ലസ് -a ഈക്വൽ ടു അവർ ഐഡൻറ്റിറ്റി 0. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്കിത് ആർ പ്ലസ് എന്ന് പറയുന്നത് ഗ്രൂപ്പാണ്. നൗ വി ഡിസ്കസ് റിങ്സ്. ഓക്കെ,
And while we talking about group, there is only one operation. അല്ലേ, നമ്മൾ ഗ്രൂപ്പിനെ പറ്റി ഡിസ്കസ് ചെയ്തപ്പോൾ there is only one operation. But when we talking about rings or fields, there are two operations. ഇതാണ് റിങ്സും ഗ്രൂപ്പിനെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ, ഒരു ഗ്രൂപ്പിനെ ഡിഫൈൻ ചെയ്യുമ്പോൾ ദർ ഇസ് ഓൺലി വൺ ഓപ്പറേഷൻ അല്ലേ. നമുക്ക് അഡീഷൻ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ആകെ ഒരു ഓപ്പറേഷൻ ആയിരുന്നു. പക്ഷേ ഇനി റിങ്സിലേക്കും അതുപോലെ തന്നെ ഫീൽഡിലേക്കും വരുമ്പോൾ ദർ ആർ ടു ഓപ്പറേഷൻസ്. ഓക്കെ, so now we formally understand what is mean by a ring. Okay, a ring is a set R equipped with a two operation, call it as addition and multiplication, and this operation have to satisfy some properties. Okay, അപ്പോൾ റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു നോൺ എംപ്റ്റി സെറ്റ് R ആയിരിക്കും, ആൻഡ് ദാറ്റ് R is equipped with two operations. First one addition and multiplication, and which have to satisfy some properties. ഇനി നമുക്ക് ആ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. The first one, R plus is an abelian group. That is, if we first consider the set with addition operation, that is R plus should be an abelian group. Okay, that is what is mean by an abelian group. Group എന്നതിൻ്റെ ഡെഫിനിഷൻ നമ്മളിപ്പോൾ തൊട്ട് മുന്നേ ഡിസ്കസ് ചെയ്തു. ഈ ഒരു ഗ്രൂപ്പ് അബേലിയൻ ആണെന്ന് പറയുകയാണെങ്കിൽ, എ ഗ്രൂപ്പ് ഈസ് സെഡ് ടു ബി അബേലിയൻ വെനെവർ എ കോമ ബി ബിലോങ്സ് ജി, വി ഹാവ് എ സ്റ്റാർ ബി ഈക്വൽ ടു ബി സ്റ്റാർ എ. അതായത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി അത് ഹോൾഡ് ചെയ്യണം ആ ഗ്രൂപ്പിനകത്ത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ഗ്രൂപ്പിനെ കമ്മ്യൂട്ടേറ്റീവ് ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിനെ നമ്മൾ അബേലിയൻ ഗ്രൂപ്പാണെന്ന് പറയും. ഓക്കെ, ആൻഡ് സോ ഒരു നോൺ എംപ്റ്റി സെറ്റ് ഒരു റിംഗ് ആവാനുള്ള ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ദാറ്റ് ആർ പ്ലസ് ഈസ് എൻ അബേലിയൻ ഗ്രൂപ്പ്. ആൻഡ് ദ സെക്കൻഡ് വൺ, മൾട്ടിപ്ലിക്കേഷൻ ഈസ് അസോസിയേറ്റീവ്. ഓക്കെ, ദാറ്റ് ഈസ് ഇഫ് യു ലുക്ക് അറ്റ് ദ ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷൻ, ദാറ്റ് ഷുഡ് ബി അസോസിയേറ്റീവ്. ഓക്കെ, ദാറ്റ് ഈസ് A into B into C equal to A into B into C. And the third one, distributive law. And distributive law is how these operations interact with each other. That is, if you multiply A with B plus C, then the product should equal to A into B plus A into C. Similarly, if you multiply A plus B with C, then the product should equal to A into C plus B into C. This is a distributive law. Okay, അപ്പോൾ ഒരു നോൺ എംപ്റ്റി സെറ്റ് ആറിനെ ഒരു റിംഗ് ആണെന്ന് പറയുകയാണെങ്കിൽ അതിനകത്ത് രണ്ട് ഓപ്പറേഷൻസ് ഡിഫൈൻഡ് ആയിരിക്കണം. ഒന്ന് അഡീഷനാണ്, രണ്ടാമത്തേത് മൾട്ടിപ്ലിക്കേഷനാണ്, ആൻഡ് വിച്ച് ഹാവ് ടു സാറ്റിസ്ഫൈ ദീസ് ത്രീ പ്രോപ്പർട്ടീസ്. അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മളൊരു റിംഗ് ആണെന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് വി ഡിസ്കസ് കമ്മ്യൂട്ടേറ്റീവ് റിംഗ്. എ റിംഗ് ഈസ് സെഡ് ടു ബി കമ്മ്യൂട്ടേറ്റീവ് റിംഗ് ഇഫ് ദ മൾട്ടിപ്ലിക്കേഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. നമുക്കറിയാം ഒരു റിംഗ് ആണെന്ന് പറയുകയാണെങ്കിൽ ആ റിങ്ങിനകത്ത് അഡീഷനും അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷനും ഡിഫൈൻഡ് ആയിരിക്കും. ആൻഡ് ഇഫ് ദാറ്റ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ്, ദെൻ വി കോൾ ദാറ്റ് റിംഗ് ആസ് കമ്മ്യൂട്ടേറ്റീവ് റിംഗ്. നമ്മൾ ഡിഫൈൻ ചെയ്ത മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് ആണെങ്കിൽ, അതായത് ആ ജിയിൽ നിന്നും ഏത് രണ്ട്, ഇപ്പോൾ ഞാൻ എയും ബിയും ചൂസ് ചെയ്യുകയാണെങ്കിൽ എ ഇൻറ്റു ബി ഈക്വൽ ടു ബി ഇൻറ്റു എ ആണെങ്കിൽ ആ റിങ്ങിനെ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് ആണെന്ന് പറയും. എക്സാമ്പിളാണ് സെറ്റ് ഓഫ് ഫുൾ ഇൻറ്റീജേഴ്സ്, സെറ്റ് ഓഫ് ഫുൾ റിയൽ നമ്പേഴ്സ്, സെറ്റ് ഓഫ് ഫുൾ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. കാരണം ഏത് രണ്ട് ഇൻറ്റീജറിന്, ഇപ്പോൾ ഞാൻ രണ്ട് ഇൻറ്റീജേഴ്സിനെ ചൂസ് ചെയ്യണം, 2ഉം 3നും ഞാൻ ചൂസ് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 2 ഇൻറ്റു 3 ഈക്വൽ ടു 6 ആൻഡ് 3 ഇൻറ്റു 2 ഈക്വൽ ടു 6 അല്ലേ, സെയിം റിസൾട്ടാണ് കിട്ടുന്നത്. സോ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് ആണ്. സിമിലർലി സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സും സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സും കമ്മ്യൂട്ടേറ്റീവ് റിംഗ് ആണ്. ഓക്കെ, now next, unit or invertible element. Unit or invertible element. An element A not equal to 0 is called a unit if there is an element B such that A into B equal to B into A equal to identity. Okay, അതായത് ഒരു നോൺ സീറോ എലമെൻറ്റിനെ നമ്മളൊരു യൂണിറ്റ് ആണെന്ന് പറയുകയാണെങ്കിൽ, ഇഫ് ദർ എക്സിസ്റ്റ് ആൻ എലമെൻറ്റ്സ് ബി, അവിടെ ഒരു എലമെൻറ്റ് ബി എക്സിസ്റ്റ് ചെയ്യണം സച്ച് ദാറ്റ് എ ഇൻറ്റു ബി ഈക്വൽ ടു ബി ഇൻറ്റു എ ഈക്വൽ ടു ഐ, where that I is the multiplicative identity. ഓക്കെ, അതായത് നമുക്ക് ജനറലി എന്ത് പറയാൻ പറ്റും, ഒരു എലമെൻറ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് ഓർ ഇൻവേർട്ടിബിൾ എലമെൻറ്റാന്ന് പറയുകയാണെങ്കിൽ ആ എലമെൻറ്റിന് ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും അല്ലേ. ഇപ്പോൾ എ പറഞ്ഞ എലമെൻറ്റിന് ഫോർ എൻ എലമെൻറ്റ് എ not equal to 0 if there exists an element b such that a into b equal to b into a equal to identity, then we call that b is the
മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി ഓഫ് എ അല്ലേ. അപ്പോൾ ഒരു എലമെൻറ്റിനെ ഒരു യൂണിറ്റാന്ന് പറയുകയാണെങ്കിൽ ആ എലമെൻറ്റിന് ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ് ഓക്കെ ഇൻ സെറ്റ് പ്ലസ് മൾട്ടിപ്ലിക്കേഷൻ കൺസിഡർ ചെയ്യുക. അതിനകത്ത് 1ഉം -1ഉം ആയിരിക്കും യൂണിറ്റ്സ് ആയിട്ട് വരുന്നത് അല്ലേ. കാരണം ഒരു എലമെൻറ്റ് യൂണിറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ആ എലമെൻറ്റിന് ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി അല്ലേ. അപ്പോൾ നമുക്കറിയാം 1നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും. അതിന് മുന്നേ സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ് സെഡിനകത്ത് എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് 1 ആണ് അല്ലേ. അപ്പോൾ സെഡിനകത്ത് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു എലമെൻറ്റിന് ഏതെങ്കിലും ഒരു ഇൻറ്റിജറിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി ഏതെങ്കിലും ഒരു എലമെൻറ്റ് യൂണിറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എന്താ ചെയ്യേണ്ടത്, ദാറ്റ് എലമെൻറ്റ് ഇൻറ്റു സം എലമെൻറ്റ് ഈക്വൽ ടു നമ്മൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി 1 കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, ആൻഡ് വി ഹാവ് 1നെ നമുക്ക് എങ്ങനെ റിപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും, 1 ഇൻറ്റു 1 ഈക്വൽ ടു 1. ദാറ്റ് മീൻസ് 1ൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1 തന്നെയാണ്. So we can say that there exists an inverse for the integer 1. So 1 is a unit. Again, in the case of -1, we have -1 into -1 equal to 1. അല്ലേ, 1 എന്ന് പറയുന്നത് നമ്മളെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി ആണ്. സോ we can write -1 into -1 equal to 1. Okay, that means this -1 is the multiplicative inverse of -1. So -1 is again a unit. പക്ഷേ ബാക്കിയുള്ള മറ്റേതെങ്കിലും ഒരു ഇൻറ്റീജറിനെ എടുത്ത് നോക്കുക. അപ്പോൾ 2 ആണ് ഒരു ഇൻറ്റീജറിനെ എടുത്ത് നോക്കുക. അപ്പോൾ 2 എന്ന് പറയുന്നത് ആ ഇൻറ്റീജർ ഒരു യൂണിറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി 2ന് ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കുക. അതായത് 2 മറ്റേതെങ്കിലും എലമെൻറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി ആയ 1 കിട്ടുന്നുണ്ടോ നോക്കുക. 2 1/2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് 1 കിട്ടുന്നത് അല്ലേ. അതായത് 2ൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1/2 ആണ്. പക്ഷേ that 1/2 does not belongs to z അല്ലേ. 1/2 എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ അല്ല, അതുകൊണ്ട് 2വിനൊരു ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സോ ജനറലി സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സിൽ ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നത് 1നും -1നും മാത്രമാണ്. അതുകൊണ്ട് തന്നെ സെഡിനകത്ത് സെറ്റ് പ്ലസ് മൾട്ടിപ്ലിക്കേഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് യൂണിറ്റ്സ് എന്ന് പറയുന്നത് 1ഉം -1ഉം മാത്രമാണ്. പക്ഷേ ഇൻ ദ കേസ് ഓഫ് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ഓക്കെ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് എടുത്ത് നോക്കിയാൽ r പ്ലസ് മൾട്ടിപ്ലിക്കേഷൻ നോക്കുക. അതിനകത്ത് എടുക്കുകയാണെങ്കിൽ എവറി നോട്ട് സീറോ എലമെൻറ്റ് ഈസ് എ യൂണിറ്റ്. ഏതൊരു നോട്ട് സീറോ എലമെൻറ്റ് എടുത്താലും ദാറ്റ് ഈസ് യൂണിറ്റ്. കാരണം ഇപ്പോൾ ഞാൻ ഒരു റിയൽ നമ്പർ 3നെ ചൂസ് ചെയ്തു. 3നെ ചൂസ് ചെയ്താൽ 3 ഇൻറ്റു 1/3 ഈക്വൽ ടു 1 ആണ് അല്ലേ. അവിടുത്തെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി 1 ആണ്. സോ 3 ഇൻറ്റു 1/3 എന്ന് പറയുന്നത് 1 ആണ്. ആൻഡ് ദാറ്റ് 1/3 ബിലോങ്സ് ടു r അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇനി r പ്ലസ് മൾട്ടിപ്ലിക്കേഷൻ എവരി നോട്ട് സീറോ എലമെൻറ്റ് ഈസ് എ യൂണിറ്റ്. ഓക്കെ, നൗ ഡിവിഷൻ റിംഗ്. Division ring is a ring with unity in which every non-zero element is a unit. The division ring എന്ന് പറയുകയാണെങ്കിൽ that must be a ring with unity. Unity means ഒരു ring with unity എന്ന് പറയുകയാണെങ്കിൽ ആ റിങ്ങിനകത്ത് ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി ഉണ്ടാവും. ഓക്കെ, അതായത് ഒരു 1 ഉണ്ടാവണം. അതിനായിരിക്കും നമ്മൾ ആ റിങ് വിത്ത് യൂണിറ്റി എന്ന് പറയുന്നത്. സോ ഒരു റിങ്ങിൻ്റെ ഡിവിഷൻ റിംഗ് എന്ന് പറയുകയാണെങ്കിൽ ഫസ്റ്റ് വൺ ദാറ്റ് റിംഗ് must be a ring with unity in which every non-zero element is a unit. ഓക്കെ, അപ്പോൾ അതൊരു റിങ്ങിൻ്റെ ഡിവിഷൻ റിംഗ് എന്ന് പറയുകയാണെങ്കിൽ ആ റിങ്ങിനകത്തൊരു മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി വേണം. കൂടാതെ അതിലുള്ള എല്ലാ നോട്ട് സീറോ എലമെൻറ്റും എടുക്കുകയാണെങ്കിലും എല്ലാ നോട്ട് സീറോ എലമെൻറ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ റിങ്ങിന് ഡിവിഷൻ റിംഗ് എന്ന് പറയും. ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ എഴുതിയിട്ടുണ്ട് സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ് ക്യൂബ് പ്ലസ് മൾട്ടിപ്ലിക്കേഷൻ എടുത്ത് വെച്ചിരിക്കും. അങ്ങനെ എടുക്കുകയാണെങ്കിൽ അതിനകത്തുള്ള എല്ലാ എലമെൻറ്റ്സും എന്ന് പറയുന്നത് എല്ലാ നോട്ട് സീറോ എലമെൻറ്റും എന്ന് പറയുന്നത് യൂണിറ്റ് ആണ്. കാരണം എല്ലാ നോട്ട് സീറോ എലമെൻറ്റിനും ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി ഉണ്ട് അവിടെ അല്ലേ. ഈ ക്യൂവിലും ആറിലും സിയിലും എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് 1 ആണ്. 1 എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ 3 എണ്ണത്തിലും അല്ലേ. അതുകൊണ്ട് തന്നെ ഇതൊക്കെ എന്ന് പറയുന്നത് റിംഗ് വിത്ത് യൂണിറ്റിയാണ്. ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് അതിനകത്തുള്ള എല്ലാ നോട്ട് സീറോ എലമെൻറ്റും യൂണിറ്റ് ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കറിയാം ക്യൂവിലും ആറിലും സിയിലും എല്ലാ നോട്ട് സീറോ എലമെൻറ്റും എന്ന് പറയുന്നത് യൂണിറ്റ് ആണ്. അതായത് എല്ലാ നോട്ട് സീറോ എലമെൻറ്റിനും മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതൊക്കെ എന്ന് പറയുന്നത് ഡിവിഷൻ റിംഗ് ആണ്. നെക്സ്റ്റ് ഫീൽഡ്. എ ഫീൽഡ് ഈസ് എ കമ്മ്യൂട്ടേറ്റീവ് ഡിവിഷൻ റിംഗ്. ദാറ്റ് ഈസ് എ ഫീൽഡ് ഈസ് എ ഡിവിഷൻ റിംഗ്
വിച്ച് ഈസ് കമ്മ്യൂട്ടേറ്റീവ്. ഓക്കെ, അപ്പോൾ ഒരു ഫീൽഡിന് വരുന്ന പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ, that should be a ring, that should be a commutative ring. Okay, that is a field is a commutative ring. And നമ്മൾ ഓൾറെഡി എന്താണ് കമ്മ്യൂട്ടേറ്റീവ് റിംഗ് എന്ന് ഡിസ്കസ് ചെയ്തതാണ്. എ റിംഗ് ഈസ് സെഡ് ടു ബി കമ്മ്യൂട്ടേറ്റീവ് റിംഗ് ഇഫ് ദ മൾട്ടിപ്ലിക്കേഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. ഓക്കെ, ആൻഡ് എ ഫീൽഡ് ഈസ് എ കമ്മ്യൂട്ടേറ്റീവ് ഡിവിഷൻ റിംഗ്. ഒരു ഫീൽഡ് ആവാനുള്ള പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ആ റിംഗ് എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് റിംഗ് ആയിരിക്കണം. ദെൻ സെക്കൻഡ് വൺ, ദാറ്റ് മസ്റ്റ് എ ഡിവിഷൻ റിംഗ്. ഡിവിഷൻ റിംഗ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ, ദ റിംഗ് വിത്ത് യൂണിറ്റി. ആ റിങ്ങിനകത്ത് ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി എക്സിസ്റ്റ് ചെയ്യണം. കൂടാതെ എവരി നോൺ സീറോ എലമെൻറ്റ് എടുക്കുകയാണെങ്കിലും അതൊക്കെ യൂണിറ്റ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ റിങ്ങിനെ നമ്മളൊരു ഫീൽഡാണെന്ന് പറയും. നൗ വി ഡിസ്കസ് സീറോ ഡിവൈസസ്. ഓക്കെ, ഇൻ എ റിംഗ് എ നോട്ട് ഈക്വൽ ടു സീറോ ഈസ് കോൾഡ് എ സീറോ ഡിവൈസർ if there is another element b not equal to 0 belongs to R such that either a b equal to 0 or b equal to 0. അതായത് ഒരു റിങ്ങിനകത്ത് ഒരു നോട്ട് സീറോ എലമെൻറ്റിനെ ഒരു സീറോ ഡിവൈസർ ആണെന്ന് പറയണമെങ്കിൽ ഇഫ് ദർ ഈസ് അനദർ എലമെൻറ്റ് ബി നോട്ട് ഈക്വൽ ടു 0, ഇഫ് ദർ എക്സിസ്റ്റ് അനദർ നോട്ട് സീറോ എലമെൻറ്റ് ബി ബിലോങ്സ് ടു ആർ സച്ച് ദാറ്റ് എ ബി ഈക്വൽ ടു 0 ഓർ ബി എ ഈക്വൽ ടു 0. അതായത് രണ്ട് എലമെൻറ്റ്സ്, ഒരു എലമെൻറ്റിൻ്റെ നോട്ട് സീറോ എലമെൻ്റ് ആണെന്ന് പറയണമെങ്കിൽ ആ മറ്റൊരു നോൺ സീറോ എലമെൻറ്റ് ബി എക്സിസ്റ്റ് ചെയ്യണം സച്ച് ദാറ്റ് ഈ രണ്ട് നോൺ സീറോ എലമെൻറ്റ്സിൻ്റെയും പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ എലമെൻറ്റ്സിനെ സീറോ ഡിവൈസേഴ്സ് എന്ന് പറയും. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ആൻഡ് സീറോ ഡിവൈസേഴ്സ് ഓഫ് സെഡനിനെ നോക്കുക. അതിൻ്റെ സീറോ ഡിവൈസേഴ്സ് എന്ന് പറയുന്നത് ആർ ദോസ് എലമെൻറ്റ്സ് വിച്ച് ആർ നോട്ട് റിലേറ്റീവ്ലി പ്രൈം ടു എൻ. ഇൻ ജനറലി അതായത് ഒരു റിസൾട്ടാണ്. അതായത് സെഡനിൻ്റെ സീറോ ഡിവൈസേഴ്സ് എന്ന് പറയുന്നത് വിച്ച് ആർ ദോസ് എലമെൻറ്റ്സ് വിച്ച് ആർ നോട്ട് റിലേറ്റീവ്ലി പ്രൈം ടു എൻ. ആ എന്നിനോട് റിലേറ്റീവ്ലി പ്രൈം അല്ലാത്ത എലമെൻറ്റ്സ് ആയിരിക്കും. എക്സാമ്പിൾ നോക്കാം. നമ്മൾ സെറ്റ് 6നെ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, സെറ്റ് 6 നമുക്കറിയാം. സെറ്റ് 6 എന്ന് പറയുന്നത് ഏത് സെറ്റാണ്? 0 1 2 3 4 5 അല്ലേ. സെഡൻ എന്ന് പറയുന്നത് എന്താണ്? സെഡൻ ഈക്വൽ ടു 0 1 2 3 എക്സെട്ര അപ് ടു n-1 അല്ലേ. സെറ്റ് 6 എന്ന് പറയുന്നത് 0 1 2 3 4 5. ആൻഡ് ഐ ചൂസ് 2 എലമെൻറ്റ്സ് ഫ്രം സെറ്റ് 6. ഈ സെറ്റ് 6ൽ നിന്ന് ഞാൻ രണ്ട് എലമെൻറ്റ് 2നും 3നും ചൂസ് ചെയ്യാം. ആൻഡ് ഈ 2 3 എന്ന് പറയുന്നത് 6നോട് റിലേറ്റീവ്ലി പ്രൈം ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് റിലേറ്റീവ്ലി പ്രൈം? രണ്ട് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ അതിനെ ആ രണ്ട് എലമെൻറ്റ്സിൻ്റെയും ഒരു കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് കോമൺ ഫാക്ടറായിട്ട് ആകെ 1 മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ. കോമൺ ഫാക്ടറായിട്ട് 1 മാത്രമുള്ള എലമെൻറ്റ്സിനെയാണ് നമ്മൾ റിലേറ്റീവ്ലി പ്രൈം ആണെന്ന് പറയുള്ളൂ. ഓക്കെ, സോ ഞാൻ 2 3 സെറ്റ് 6ൽ നിന്ന് ചൂസ് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ 6നോട് ഈ 2 3 റിലേറ്റീവ്ലി പ്രൈം ആണോയെന്ന് നമ്മളത് നോക്കുക. അപ്പോൾ ആദ്യം ഞാൻ 2നെ എടുക്കുകയാണെങ്കിൽ 2ഉം 6ഉം എടുത്തു. 2ഉം 6ൻ്റെയും കോമൺ ഫാക്ടറാണ് 2 എന്ന് പറയുന്നത് അല്ലേ. 2ഉം 6ൻ്റെയും കോമൺ ഫാക്ടറാണ് 2 എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വിച്ച് ഈസ് ആ 2ഉം 6ഉം എന്ന് പറയുന്നത് റിലേറ്റീവ്ലി പ്രൈം അല്ല. അതുപോലെ ഇനി 3നെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 3ഉം 6ഉം എടുക്കുകയാണെങ്കിൽ 3ൻ്റെയും 6ൻ്റെയും കോമൺ ഫാക്ടറാണ് 3 എന്ന് പറയുന്നത്. സോ 3ഉം 6ഉം എന്ന് പറയുന്നത് റിലേറ്റീവ്ലി പ്രൈം അല്ല. റിലേറ്റീവ്ലി പ്രൈം ആവണമെങ്കിൽ കോമൺ ഫാക്ടറായിട്ട് 1 മാത്രമേ വരാൻ പാടുള്ളൂ. ഓക്കെ, സോ വി ഹാവ് ദിസ് 2 and 3 ആർ നോട്ട് റിലേറ്റീവ്ലി പ്രൈം ടു 6. ആൻഡ് ഇഫ് ഐ മൾട്ടിപ്ലൈ 2 with 3 we get 2 into 3 equal to 6. 2 into 3 equal to 6 and this 6 equal to 0 in set 6. സെറ്റ് 6നകത്ത് 6ൻ്റെ എല്ലാ മൾട്ടിപ്പിൾസും 0 ആണ് അല്ലേ. സെഡിനകത്ത് എന്നിൻ്റെ എല്ലാ മൾട്ടിപ്പിൾസും എന്ന് പറയുന്നത് 0 ആണ്. സോ 2 into 3 equal to 6 and that 6 is 0 in set 6. അതായത് 2ഉം 3 എന്ന് പറയുന്നത് ഞാൻ രണ്ട് നോൺ സീറോ എലമെൻ്റാണ് എടുത്തത്. സെറ്റ് 6ലെ രണ്ട് നോൺ സീറോ എലമെൻ്റാണ് 2ഉം 3യും. ആ രണ്ട് നോൺ സീറോ എലമെൻറ്റിനെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് 0 കിട്ടി. ദാറ്റ് മീൻസ് ദാറ്റ് 2 and 3 ആർ സീറോ ഡിവൈസേഴ്സ് ഇൻ സെറ്റ് 6. ഓക്കെ, അതിപ്പോൾ എന്താണ് സീറോ ഡിവൈസേഴ്സ്? ഒരു എലമെൻറ്റ് എങ്ങനെ സീറോ ഡിവൈസർ ആണെന്ന് പറയണമെങ്കിൽ ഇഫ് ദർ എക്സിസ്റ്റ് അനദർ എലമെൻറ്റ് ബി നോട്ട് ഈക്വൽ ടു 0 സച്ച് ദാറ്റ് എ ഇൻറ്റു ബി ഈക്വൽ ടു 0. എയും ബിയും 0 ആവാൻ പാടില്ല, പക്ഷേ
ഇതിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, നൗ വി ഡിസ്കസ് integral domain. Integral domain is a commutative ring with unity and without zero divisors. Integral domain എന്ന് പറഞ്ഞാൽ that is a commutative ring with unity. അതായത് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കും. കൂടാതെ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റിയാണ്. അതായത് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി എക്സിസ്റ്റ് ചെയ്യും വിത്തൗട്ട് സീറോ ഡിവൈസസ്. ഇൻറ്റഗ്രൽ ഡൊമൈൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ വിത്തൗട്ട് സീറോ ഡിവൈസ്. ഇറ്റ് ഈസ് എ റിംഗ് വിത്തൗട്ട് സീറോ ഡിവൈസസ്. ദാറ്റ് ഈസ് നോൺ ആസ് ദ ഇൻറ്റഗ്രൽ ഡൊമൈൻസ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പോൾ എന്താ സീറോ ഡിവൈസസ് എന്ന് പഠിച്ചു. അപ്പോൾ ഈ സീറോ ഡിവൈസസ് ഇല്ലാത്ത ഒരു കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റിനെയായിരിക്കും നമ്മൾ ഇൻറ്റഗ്രൽ ഡൊമൈൻ എന്ന് പറയാം. ഓക്കെ, ഇനി എൻ്റെ എക്സാമ്പിൾ നോക്കാം. ഇഫ് ഐ കൺസിഡർ സെറ്റ് പ്ലസ് മൾട്ടിപ്ലിക്കേഷൻ, സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സ് അണ്ടർ അഡിഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ കൺസിഡർ ചെയ്യുക വിചാരിക്കാം. അതിനകത്ത് സെഡിനകത്ത് സീറോ ഡിവൈസസ് ഉണ്ടോ? സീറോ ഡിവൈസസ് എന്ന് പറയുകയാണെങ്കിൽ രണ്ട് എലമെൻറ്റ്സിൻ്റെ സീറോ ഡിവൈസസ് എന്ന് പറയുകയാണെങ്കിൽ ആ രണ്ട് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് നോൺ സീറോ എലമെൻ്റ് ആയിരിക്കണം. കൂടാതെ ആ രണ്ട് നോൺ സീറോ എലമെൻറ്റും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് സീറോ കിട്ടണം. ഒരു സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സ് എടുക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു എലമെൻറ്റും എക്സിസ്റ്റ് ചെയ്യുന്നില്ല അല്ലേ? ഏതെങ്കിലും രണ്ട് ഇൻറ്റീജേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് സീറോ കിട്ടുന്നുണ്ടോ? ഇല്ല. ഏതെങ്കിലും ഒരു ഇൻറ്റീജറിൻ്റെ ഇപ്പോൾ സീറോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് സീറോ കിട്ടുന്നുണ്ട്. പക്ഷേ അല്ലാതെ രണ്ട് നോൺ സീറോ എലമെൻറ്റ് മുമ്പിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഒരു സീറോ കിട്ടുന്നില്ല. സോ സെഡിനകത്ത് സീറോ ഡിവൈസസ് ഒന്നുമില്ല. കൂടുതൽ സെഡ് എന്ന് പറയുന്നത് ഒരു കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റിയാണ് ആൻഡ് വിത്തൗട്ട് സീറോ ഡിവൈസസ് ആണ്. സോ സെഡ് പ്ലസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഇൻറ്റഗ്രൽ ഡൊമൈനാണ്. അതുപോലെ തന്നെ സെഡ് പി പ്ലസ് മൾട്ടിപ്ലിക്കേഷൻ കൺസിഡർ ചെയ്യാം. സെഡ് പി വെർ പി ഡിനോട്ട് പ്രൈം. ഓക്കെ, ഇപ്പോൾ സെഡ് പി എടുക്കുക. ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ സെഡ് 3 എടുത്തു. പി ഈക്വൽ ടു 3 കൺസിഡർ ചെയ്യുക. സെഡ് 3 എന്ന് പറയുന്നത് 0, 1, 2 ആണ് അല്ലേ? അപ്പോൾ എല്ലാ സെഡ് പികളും വെർ പി ഈസ് എ പ്രൈം, എല്ലാ സെഡ് പികളും കൺസിഡർ ചെയ്യുകയാണെങ്കിലും അതിൻ്റെ പ്രത്യേകത എന്താണ്? അതിനകത്തുള്ള എല്ലാ എലമെൻറ്റ്സും എന്ന് പറയുന്നത് ആ പിന്നോട് റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കും. ഓക്കെ, അതായത് നിങ്ങൾ ഏതൊരു എക്സാമ്പിളായിട്ട് നിങ്ങൾ ഏതൊരു പ്രൈം എടുത്ത് ചെക്ക് ചെയ്താലും എല്ലാ സെഡ് പിയിലെ എല്ലാ എലമെൻറ്റ്സും എന്ന് പറയുന്നത് അതിന് കറസ്പോണ്ടിങ് ആയി വരുന്ന പിന്നോട് റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കും. ആൻഡ് നമുക്കറിയാം സെഡ് എന്നിൻ്റെ സീറോ ഡിവൈസസ് എന്ന് പറയുന്നത് ദോസ് എലമെൻറ്റ്സ് വിച്ച് ആർ നോട്ട് റിലേറ്റീവ്ലി പ്രൈം ടു എൻ ആണ്. അപ്പോൾ സെഡ് പിയിലെ എല്ലാ എലമെൻറ്റ്സും എന്ന് പറയുന്നത് ആ പിന്നോട് റിലേറ്റീവ്ലി പ്രൈം ആണ്. അതുകൊണ്ട് എൻ്റെ സെഡ് പി പ്ലസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഈസ് എ ഇൻറ്റഗ്രൽ ഡൊമൈൻ. ഈ നെക്സ്റ്റ് എക്സാമ്പിൾ സെഡ് ക്രോസ് സെഡ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഞാൻ സെഡ് ക്രോസ് സെഡിൽ നിന്ന് രണ്ട് എലമെൻറ്റ്സിനെ ചൂസ് ചെയ്യുന്നു. 0, 1 അതുപോലെ തന്നെ 1, 0 രണ്ട് നോൺ സീറോ എലമെൻ്റാണ്. ബട്ട് ഇഫ് ഐ മൾട്ടിപ്ലൈ 0, 1 വിത്ത് 1, 0 ഐ ഗെറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു 0, 0. ഓക്കെ, അതായത് രണ്ട് നോൺ സീറോ എലമെൻറ്റിനെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എനിക്കൊരു സീറോ എലമെൻറ്റ് കിട്ടി. ഓക്കെ, അതായത് 0, 1, 1, 0 എന്ന് പറയുന്നത് സീറോ ഡിവൈസസ് ആണ്. പക്ഷേ നമ്മളുടെ ബൈ ദ ഡെഫിനിഷൻ ഓഫ് ഇൻറ്റഗ്രൽ ഡൊമൈൻ ഈസ് എ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി വിത്തൗട്ട് സീറോ ഡിവൈസസ് ആണ്. സോ സെഡ് ക്രോസ് സെഡ് ഈസ് നോട്ട് ആൻ ഇൻറ്റഗ്രൽ ഡൊമൈൻ. നൗ വി ഹാവ് എ റിസൾട്ട്. എവറി ഫീൽഡ് ഈസ് ആൻ ഇൻറ്റഗ്രൽ ഡൊമൈൻ. ഏതൊരു ഫീൽഡ് എടുക്കുകയാണെങ്കിലും ദാറ്റ് ഫീൽഡ് എന്ന് പറയുന്നത് ഒരു ഇൻറ്റഗ്രൽ ഡൊമൈനാണ്. ബട്ട് എവറി ഇൻറ്റഗ്രൽ ഡൊമൈൻ നീഡ് നോട്ട് ബി എ ഫീൽഡ്. പക്ഷേ എല്ലാ ഇൻറ്റഗ്രൽ ഡൊമൈൻ എന്ന് പറയുന്നത് ഒരു ഫീൽഡ് ആവണമെന്നില്ല. ബട്ട് എവറി ഫൈനൈറ്റ് ഇൻറ്റഗ്രൽ ഡൊമൈൻ ഈസ് എ ഫീൽഡ്. എല്ലാ ഫീൽഡും ഇൻറ്റഗ്രൽ ഡൊമൈനാണ് ആൻഡ് എവറി ഫൈനൈറ്റ് ഇൻറ്റഗ്രൽ ഡൊമൈൻ ഈസ് എ ഫീൽഡ്. നെക്സ്റ്റ്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോർഷൻ ഇൻ അവർ മൊഡ്യൂൾ ഐഡിയൽസ്. ഓക്കെ, അതായത് ഇത്രയും നമ്മളിപ്പോൾ പറഞ്ഞത് നിങ്ങൾ പഠിച്ചതാണെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഒന്നുകൂടി ഇത് റീകളക്ട് ചെയ്യാൻ വേണ്ടിയാണ് പറഞ്ഞത്. ഐഡിയൽസ്, മാക്സിമൽ ഐഡിയലും അതുപോലെ പ്രൈം ഐഡിയലും വെച്ചാണ് നമ്മുടെ മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ വി ഡിഫൈൻ ഐഡിയൽസ്. Let I subset of R, then I is an ideal if Ra, AR belongs to I for every A belongs to I and R belongs to R. That is, a non-empty subset of a ring R is said to be an ideal if and only if it is both left and right ideal. Okay, അതായത് ആറിൻ്റെ ഒരു റിംഗ് ആറിൻ്റെ ഒരു നോൺ എംപ്റ്റി സബ്സെറ്റിനെ നമ്മളൊരു ഐഡിയൽ ആണെന്ന് പറയുകയാണെങ്കിൽ that should be both left ideal and right ideal. And a non-empty subset of the ring R is said to be a left ideal if R A belongs to I for every A belongs to I and every R belongs to R. And a non-empty subset of ring R is said to be a
right ideal if AR belongs to I for every A belongs to I and every R belongs to R. ഓക്കെ, അതായത് ഒരു ഐ എന്ന് പറയുന്ന ഒരു സബ്സെറ്റ് ആറിൻ്റെ ഒരു സബ്സെറ്റ് ആണെങ്കിൽ ആ സബ്സെറ്റിനെ നമ്മളൊരു ഐഡിയൽ ആണെന്ന് പറയുകയാണെങ്കിൽ അത് ലെഫ്റ്റ് ഐഡിയലും അതുപോലെ തന്നെ റൈറ്റ് ഐഡിയലായിരിക്കണം. ലെഫ്റ്റ് ഐഡിയലാണെന്ന് പറയുകയാണെങ്കിൽ ഈ റിങ് ആറിൽ നിന്നും ഏത് ആറ് ചൂസ് ചെയ്താലും ആ സബ്സെറ്റ് ഐയിൽ നിന്നും ഏത് എ ചൂസ് ചെയ്താലും ആ എ എന്ന് പറയുന്നത് ഐനകത്ത് വേണം. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് ലെഫ്റ്റ് ഐഡിയലായിരിക്കും. ഇനി റൈറ്റ് ഐഡിയലാണെന്ന് പറയുകയാണെങ്കിൽ ആ സബ്സെറ്റ് ഐയിൽ നിന്നും ഏതൊരു എ ചൂസ് ചെയ്താലും റിങ് ആറിൽ നിന്നും ഏതൊരു ആറ് ചൂസ് ചെയ്യുകയാണെങ്കിലും എ ആർ എന്ന് പറയുന്നത് ഐനകത്ത് വേണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് റൈറ്റ് ഐഡിയലായിരിക്കും. ഇഫ് എൻ ഐഡിയൽ ഈസ് ബോത്ത് ലെഫ്റ്റ് ഐഡിയൽ ആൻഡ് റൈറ്റ് ഐഡിയൽ ദെൻ ഇറ്റ് ഈസ് സെഡ് ടു ബി ഐഡിയൽ. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, എ നോണമിറ്റി സെറ്റ് I is said to be an ideal if ideal of the ring R if Ri subset of I, if Ri subset of I for every R belongs to R. Okay, now result, we have a result. Every non-zero ring R has at least two ideals, the improper ideal R and the trivial ideal 0. Okay, അതായത് ഏതൊരു നോൺ സീറോ റിങ്, നമ്മൾ ഏതൊരു നോൺ സീറോ റിങ് ആർ എടുക്കുകയാണെങ്കിലും ആ റിങ് ആറിനകത്ത് മിനിമം 2 ഐഡിയൽസ് എന്തായാലും ഉണ്ടാവും. അറ്റ്ലീസ്റ്റ് 2 ഐഡിയൽസ് ഉണ്ടാവും. ഒന്നാമത്തെ ഐഡിയൽ എന്ന് പറയുന്നത് ഇംപ്രോപ്പർ ഐഡിയൽ, അതായത് ആറ്. ആ കംപ്ലീറ്റ് ആർ തന്നെ ഒരു ഐഡിയലായിരിക്കും. ദറ്റ് ഈസ് നോൺ ആസ് ദ ഇംപ്രോപ്പർ ഐഡിയൽ. ആൻഡ് ദ സെക്കൻഡ് വൺ ട്രിവിയൽ ഐഡിയൽ. ട്രിവിയൽ ഐഡിയൽ എന്ന് പറയുന്നത് 0 മാത്രം ഇൻക്ലൂഡ് ആയ ഐഡിയൽ. ഓക്കെ, അപ്പോൾ ഏതൊരു നോൺ സീറോ റിങ് എടുക്കുകയാണെങ്കിലും ആ നോൺ സീറോ റിങ്ങിനകത്ത് അറ്റ്ലീസ്റ്റ് 2 ഐഡിയൽ ഉണ്ടാവും. അതായത് ഒന്നൊരു ഇംപ്രോപ്പർ ഐഡിയലായ ആ കംപ്ലീറ്റ് ആറും രണ്ടാമത്തെ എന്ന് പറയുന്നത് ട്രിവിയൽ ഐഡിയലായ 0യും. ഓക്കെ, ആൻഡ് എ പ്രോപ്പർ നോൺ ട്രിവിയൽ ഐഡിയൽ ഓഫ് റിംഗ് ആർ ഈസ് എൻ ഐഡിയൽ എൻ ഓഫ് ആർ സച്ച് ദാറ്റ് എൻ നോട്ട് ഈക്വൽ ടു ആർ ആൻഡ് എൻ നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ ഒരു പ്രോപ്പർ നോൺ ട്രിവിയൽ ഐഡിയൽ എന്ന് പറയുന്നത് എന്തായിരിക്കും, ദറ്റ് ഈസ് എൻ ഐഡിയൽ എൻ വിച്ച് ഇസ് നോട്ട് ഈക്വൽ ടു ആർ. അല്ലേ, എൻ നോട്ട് ഈക്വൽ ടു ആർ ആയിരിക്കും. കാരണം എൻ ഈക്വൽ ടു ആർ ആണെങ്കിൽ അത് ഇംപ്രോപ്പർ ഐഡിയലായി പോകും. പക്ഷെ നമുക്ക് വേണ്ടത് പ്രോപ്പർ ഐഡിയലാണ്. എൻ നോട്ട് ഈക്വൽ ടു 0. കാരണം എൻ ഈക്വൽ ടു 0 ആണെങ്കിൽ അത് ട്രിവിയൽ ഐഡിയലായി പോകും. നമുക്ക് വേണ്ടത് നോൺ ട്രിവിയൽ ഐഡിയലാണ്. സോ എ പ്രോപ്പർ നോൺ ട്രിവിയൽ ഐഡിയൽ ഓഫ് റിംഗ് ആർ ഈസ് എൻ ഐഡിയൽ എൻ ഓഫ് ആർ സച്ച് ദാറ്റ് എൻ നോട്ട് ഈക്വൽ ടു ആർ ആൻഡ് എൻ നോട്ട് ഈക്വൽ ടു 0. ഓക്കെ, നൗ തിയറം സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഇഫ് ആർ ഈസ് എ റിംഗ് വിത്ത് യൂണിറ്റി ആൻഡ് എൻ ഈസ് എൻ ഐഡിയൽ ഓഫ് ആർ കണ്ടെയ്നിങ് എ യൂണിറ്റ് ദെൻ എൻ ഈക്വൽ ടു ആർ. അതായത് ഇവിടെ തന്നിരിക്കുന്നത് ആറ് എന്ന് പറയുന്നത് ഒരു റിംഗ് ആണ്, എ റിംഗ് വിത്ത് യൂണിറ്റി. അതായത് ഒരു ആറ് എന്ന് പറയുന്ന റിംഗ് വിത്ത് യൂണിറ്റി മീൻസ് ദർ എക്സിസ്റ്റ് എ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി. അല്ലേ, ഒരു റിംഗ് ആറിനകത്ത് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വി കോൾ ദാറ്റ് റിംഗ് ആസ് റിംഗ് വിത്ത് യൂണിറ്റി. സോ ഇവിടെ തന്നിരിക്കുന്ന ആറ് എന്ന് പറയുന്നത് ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു റിംഗ് ആണ്. ആർ ഈസ് എ റിംഗ് വിത്ത് യൂണിറ്റി ആൻഡ് എൻ ഈസ് എൻ ഐഡിയൽ ഓഫ് ആർ കണ്ടെയ്നിങ് എ യൂണിറ്റ് ദെൻ എൻ ഈക്വൽ ടു ആർ. കൂടാതെ ആ റിംഗ് ആറിനൊരു ഐഡിയൽ ഉണ്ട്, ആ ഐഡിയലിനകത്ത് എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എൻ ഈക്വൽ ടു ആർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി യൂണിറ്റ് എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. എന്താണ് യൂണിറ്റ്? യൂണിറ്റ് ഒരു എലമെൻറ്റിൻ്റെ യൂണിറ്റാന്ന് പറയുകയാണെങ്കിൽ അതിനൊരു മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യാം. എലമെൻറ്റ് എ നോട്ട് ഈക്വൽ ടു 0 ഈസ് സെറ്റ് ടു ബി എ യൂണിറ്റ് ഇഫ് ദർ എക്സിസ്റ്റ് അനദർ എലമെൻറ്റ് ബി നോട്ട് ഈക്വൽ ടു 0 സച്ച് ദാറ്റ് എ ബി ഈക്വൽ ടു ബി എ ഈക്വൽ ടു ഐഡൻറ്റിറ്റി. അല്ലേ, സോ ആറ് പറയുന്ന റിംഗ് ആണ്, വിത്ത് യൂണിറ്റിയാണ്, അത് മൾട്ടിപ്ലിക്കേറ്റ് ഐഡൻറ്റിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. കൂടാതെ എൻ എന്ന് പറയുന്ന ആറിൻ്റെ ഒരു റിംഗ് ആണ് ആൻഡ് ദാറ്റ് എൻ കണ്ടെയ്ൻസ് എ യൂണിറ്റ് ദാറ്റ് ഈസ് ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു എലിമെൻറ്റിനെ എന്നെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എൻ ഈക്വൽ ടു ആർ. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് പ്രൂഫ് നോക്കാം. സിൻസ് എൻ ഈസ് എൻ ഐഡിയൽ ഓഫ് ആർ ദാറ്റ് ഇംപ്ലൈസ് എൻ സബ്സെറ്റ് ഓഫ് ആർ. എൻ എന്ന് പറയുന്നത് ആറിൻ്റെ ഒരു ഐഡിയലാണെന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ എന്ന് പറയുന്നത് ബൈ ദ ഡെഫിനിഷൻ ഓഫ് ഐഡിയൽ വി ഹാവ് എൻ ഈസ് എ സബ്സെറ്റ് ഓഫ് ആർ. ബട്ട് വി നീഡ് ടു പ്രൂവ് ദാറ്റ് എൻ ഈക്വൽ ടു ആർ. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എൻ ഈക്വൽ ടു ആർ എന്നാണ്. അപ്പം നമ്മുടെ കയ്യിലുണ്ട് എൻ സബ്സെറ്റ് ഓഫ് ആർ. സോ ടു പ്രൂവ് എൻ ഈക്വൽ ടു ആർ നോ വി നീഡ് ടു ഷോ ദാറ്റ് ആർ സബ്സെറ്റ് ഓഫ് എൻ. അല്ലേ, അപ്പോൾ എൻ സബ്സെറ്റ് ഓഫ് ആർ എന്ന് നമുക്ക് ഓൾറെഡി അറിയാം. ഇനി ആർ സബ്സെറ്റ് ഓഫ് എൻ ആണെന്ന് കാണിച്ചാൽ നമുക്ക് എൻ ഈക്വൽ ടു ആർ ആണെന്ന് കാണിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലെയിം എന്ന് പറയുന്നത് ആർ സബ്സെറ്റ് ഓഫ് എൻ എന്ന് പ്രൂവ് ചെയ്യണം. സോ ആർ സബ്സെറ്റ് ഓഫ് എൻ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ആറിൽ നിന്നും ആർബിട്രറി ആയിട്ട് ഒരു എലമെൻറ്റ് ചൂസ് ചെയ്യുകയാണെങ്കിൽ ആ എലമെൻറ്റ് എന്നിലുണ്ടെന്ന് കാണിച്ചാൽ മതി. സോ ഐ ചൂസ് ആർ ബിലോങ്സ് ടു ആർ, ലെറ്റ് ആർ ബിലോങ്സ് ടു ആർ. അങ്ങനെയാണെങ്കിൽ ആർ എന്ന് പറയുന്നത് എന്നിലുണ്ടെന്ന് കാണിച്ചാൽ മതി. അല്ലേ, സോ അവർ ക്ലെയിം ഈസ് ദാറ്റ് ആർ ബിലോങ്സ് ടു എൻ ആൻഡ് ലെറ്റ് യു ബിലോങ്സ് ടു എൻ
ഫോർ സം യൂണിറ്റ് ഇൻ ആർ. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് n ഈസ് ആൻ ഐഡിയൽ വിച്ച് കണ്ടെയ്ൻസ് എ യൂണിറ്റ്. ആ യൂണിറ്റിനെ ഞാൻ യു ആയിട്ട് ചൂസ് ചെയ്യുന്നു. ലെറ്റ് യു ബിലോങ്സ് ടു n ഫോർ സം യൂണിറ്റ് ഇൻ ആർ. ആൻഡ് സിൻസ് n ഈസ് ആൻ ഐഡിയൽ ഓഫ് ആർ, we have by the definition of an ideal R a subset of n for every R belongs to R. Okay, and let R equal to U inverse. കാരണം യു എന്ന് പറയുന്നത് യൂണിറ്റ് ആണ്. യൂണിറ്റ് ആയതുകൊണ്ട് തന്നെ അതിനൊരു മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും, ഒരു യു ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. ആൻഡ് ഐ ചൂസ് ദാറ്റ് ഇൻവേഴ്സ് ഓഫ് യു ഈക്വൽ ടു ആർ. ആ ഇൻവേഴ്സിനെ ഞാൻ ആർ ആയിട്ട് ചൂസ് ചെയ്യുന്നു. ഓക്കെ, ലെറ്റ് ആർ ഈക്വൽ ടു യു ഇൻവേഴ്സ്. ദെൻ അപ്പോൾ ഓൾറെഡി നമുക്ക് യു എന്ന് പറയുന്നത് യു എന്ന് പറയുന്നത് എന്നിലുണ്ടെന്ന് നമുക്കറിയാം. സോ യു ഇൻവേഴ്സും എന്നിലുണ്ടാവും. സോ അതിൻ്റെ പ്രൊഡക്റ്റ് യു ഇൻവേഴ്സ് ഇൻറ്റു യു എന്ന് പറയുന്നത് എന്നിലുണ്ടാവും. ഓക്കെ, ആൻഡ് നമുക്കറിയാം യുവിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സാണ് യു ഇൻവേഴ്സ് എന്ന് പറയുന്നത്. സോ യു ഇൻറ്റു യു ഇൻവേഴ്സ് എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി ആയ 1 ആയിരിക്കും കിട്ടുക. ഓക്കെ, ആൻഡ് സോ ആ യു ഇൻവേഴ്സ് യു എന്ന് പറയുന്നതും എന്നിലുണ്ടാവും. കാരണം യു ഇൻവേഴ്സും എന്നിലുള്ളത് കൊണ്ട് തന്നെ യു ഇൻവേഴ്സ് ഇൻറ്റു യു എന്ന് പറയുന്നത് എന്നിലുണ്ടാവും. ആൻഡ് വി ഹാവ് യു ഇൻവേഴ്സ് ഇൻറ്റു യു ഈക്വൽ ടു 1. സോ 1 ബിലോങ്സ് ടു n. ആൻഡ് we have by the definition of the ideal R n subset of n for every R belongs to R, or we have by the definition of ideal we have R a belongs to n for every a belongs to n and for every R belongs to R. So നമുക്കറിയാം, നമുക്ക് എന്നിലുള്ള ഒരു എലമെൻറ്റ് 1 എന്ന് പറയുന്നത് എന്നിലുള്ള ഒരു എലമെൻ്റ് ആണെന്ന് കിട്ടിയിട്ടുണ്ട്. സോ R ഇൻറ്റു 1 ബിലോങ്സ് ടു n ആയിരിക്കും for every R belongs to R. And we have R into 1 equal to R. So R belongs to n. That is, whenever R belongs to R, നമ്മൾ ഈ ആറിനെ ആദ്യം ചൂസ് ചെയ്തത് ക്യാപിറ്റൽ ആറിൽ നിന്നായിരുന്നു. ആൻഡ് ഫൈനലി വി ഗെറ്റ് ദാറ്റ് സ്മോൾ ലെറ്റർ R belongs to n. That is, whenever R belongs to R, that imply R belongs to n. That is, capital R subset of n. So from 1 and 2, we have n equal to R. Okay. Next we have a corollary. A field contains no proper non-trivial ideals. A field contains no proper non-trivial ideals. ഓക്കെ, അതായത് ഒരു ഫീൽഡ് എടുക്കുകയാണെങ്കിൽ ആ ഫീൽഡിനകത്ത് ആകെ 2 ഐഡിയൽസ് മാത്രമേ ഉള്ളൂ. അതായത് സപ്പോസ് നമ്മുടെ ഫീൽഡ് എന്ന് പറയുന്നത് എഫ് ആണെങ്കിൽ ആ എഫിന് എന്ന് പറയുന്നത് ആകെ 2 ഐഡിയൽസ് മാത്രമേ ഉള്ളൂ. ഒന്ന് ആ കംപ്ലീറ്റ് എഫ്, രണ്ടാമത്തത് 0 ഐഡിയലും. അതാണ് ഈ കൊറോളറി പറയുന്നത്. ഏതൊരു ഫീൽഡ് എടുക്കുകയാണെങ്കിലും, നമ്മൾ ഏതൊരു ഫീൽഡ് എഫ് എടുക്കുകയാണെങ്കിലും അതിൻ്റെ ഐഡിയൽസ് എന്ന് പറയുന്നത് ആകെ 2 ഐഡിയൽസേ ഉള്ളൂ. ഒന്ന് കംപ്ലീറ്റ് ആയ എഫും, രണ്ടാമത്തെ 0 ഐഡിയലും. ഓക്കെ, ഇതിന് പ്രൂഫ് നോക്കാം. ലെറ്റ് എഫ് ബി ദ ഫീൽഡ്. ആൻഡ് എഫ് എന്ന് പറയുന്ന ഫീൽഡായതുകൊണ്ട് തന്നെ ബൈ ദ ഡെഫിനിഷൻ ഓഫ് ഫീൽഡ്, ഫീൽഡിൻ്റെ ഡെഫിനിഷൻ പ്രകാരം നമുക്കറിയാം ഫീൽഡിനകത്തുള്ള എവരി നോൺ 0 എലമെൻറ്റ് എടുക്കുകയാണെങ്കിലും അതൊക്കെ എന്ന് പറയുന്നത് യൂണിറ്റ് ആയിരിക്കും, അല്ലേ? അതുകൊണ്ട് തന്നെ എവരി നോൺ 0 എലമെൻറ്റ് ഈസ് എ യൂണിറ്റ് ആയതുകൊണ്ട് തന്നെ എഫിൻ്റെ ഏതൊരു ഐഡിയൽ എടുക്കുക, ഏതൊരു നോൺ 0 ഐഡിയൽ എടുക്കുകയാണെങ്കിലും ആ നോൺ 0 ഐഡിയൽസിലൊക്കെ എന്ന് പറയുന്നത് യൂണിറ്റ് ഉണ്ടാവും, അല്ലേ? കാരണം എഫിനകത്തുള്ള എല്ലാ നോൺ 0 എലമെൻറ്റ് യൂണിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ എഫിനകത്തുള്ള ഏതൊരു ഐഡിയൽ കൺസിഡർ ചെയ്യുകയാണെങ്കിലും ആ ഐഡിയൽസിലൊക്കെ എന്ന് പറയുന്നത് എന്തായിരിക്കും, യൂണിറ്റ് ഉണ്ടാവും. അങ്ങനെ യൂണിറ്റ് ഏതൊരു നോൺ 0 ഐഡിയൽ എടുക്കുകയാണെങ്കിൽ ആ നോൺ 0 ഐഡിയലിലൊക്കെ യൂണിറ്റ് ഉണ്ടാവും. അപ്പം നമ്മൾ പഠിച്ച തിയറി അനുസരിച്ച് അങ്ങനെ ഒരു ഐഡിയൽ എന്ന് പറയുന്നത് ഐഡിയൽ ഒരു യൂണിറ്റിനെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടെങ്കിൽ വി ഹാവ് ആ ഐഡിയൽ എന്ന് പറയുന്നത് ആ കംപ്ലീറ്റ് റിംഗ് ആയിരിക്കും, അല്ലേ? തൊട്ട് മുന്നേ പറഞ്ഞ തിയറി അനുസരിച്ച്. സോ നമ്മളിപ്പോൾ n എന്ന് പറയുന്ന ഒരു നോൺ 0 ഐഡിയൽ എഫിൻ്റെ നോൺ 0 ഐഡിയലായിട്ട് ചൂസ് ചെയ്യുകയാണെങ്കിൽ ബൈ ദ പ്രീവിയസ് തിയറം വി ഹാവ് n ഈക്വൽ ടു എഫ്. പിന്നെ രണ്ടാമത്തെ ഐഡിയൽ എന്ന് പറയുന്നത് 0 ഐഡിയലായിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ an ideal of a field f is either 0 or all of f. Okay.